ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബ്ഖ് 25. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് ഇമാം തുർമുദി തങ്ങൾ എന്ത് ചെയ്തു? ഹസനിന് ഷർത്ത് പറഞ്ഞ് ഹദീസ് ഹസനാകണമെങ്കിൽ അത് ഒന്നിലധികം വജ്ഹിലൂടെ ത്വരീഖിലൂടെ റിപ്പോർട്ട് ചെയ്യണം, അപ്പോഴാണ് ഹസനാകുക. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇമാം തുർമുദി തങ്ങൾ തന്നെ ചില ഹദീസുകൾക്ക് ഹസനുൻ ഗരീബുൻ എന്ന് പറഞ്ഞത് എങ്ങനെയാ? കാരണം ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരു തുർക്കിലൂടെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഗരീബ് എന്ന് പറയുക. അപ്പോൾ ഹസനും ഗരീബും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ അതിപ്പോൾ തനാഖുലാകുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൻ്റെ ജവാബ് ജവാബു അതിന് മറുപടി പറഞ്ഞാൽ അതിൻ്റെ മറുപടിയാകുന്നത് അന്ന തുർമുദിയ ഇമാം തുർമുദി തങ്ങൾ ലം യുഅരിഫിൽ ഹസന ഹസനിന് തഅരീഫ് പറഞ്ഞിട്ടില്ല, മുത്ലഖൻ തഅരീഫ് പറഞ്ഞിട്ടില്ല. എവിടെ ഹസൻ വന്നാലും ആ ഹസനെ കുറിച്ചുള്ള തഅരീഫ് പറഞ്ഞിട്ടില്ല. മറിച്ച് ഇന്നമാ അറഫ തഅരീഫ് പറഞ്ഞതോ ബിനൗഇൻ ഖാസിൻ മിൻഹു ആ ഹസനിൽ നിന്നുള്ള ഒരു പ്രത്യേക ഇനത്തെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? തഅരീഫ് പറഞ്ഞിട്ടുള്ളൂ. നൗഇൻ ഖാസ് എങ്ങനത്തെ ഇനം? വഖഅ ഫി കിതാബിഹി ഇമാം തുർമുദിയുടെ കിതാബിൽ വന്ന അല്ലെങ്കിൽ സംഭവിച്ച ഒരു ഹസനിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? തഅരീഫ് പറഞ്ഞിട്ടുള്ളൂ. അഹുവ അതേതാണ്? മാ യഖൂലു ഫീഹി മാ ഒരു ഹദീസാണ് യഖൂലു ഫീഹി ആ ഹദീസിൽ ഇമാം തുർമുദി പറയും ഹസനുൻ ഹസന് എന്ന് പറയും മിൻ വൈരി സിഫത്തിൻ ഉഖ്റ മറ്റൊരു സിഫത്തിനെയും പരിഗണിക്കാതെ കൂടാതെ ഗരീബെന്നോ സഹീഹെന്നോ ഒന്നും കൂട്ടാതെ വെറും ഹസന് എന്ന് മാത്രം പറയുന്ന ആ ഹസനിന്റെ തഅരീഫാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താ വദാലിക അതിന് തെളിവ് ആകുന്നത് അന്നഹു യഖൂലു ഫി ബഅദിൽ അഹാദീസി ചില ഹദീസുകളിൽ ഇമാം തുർമുദി തങ്ങൾ പറയും ഹസനുൻ എന്ന് പറയും. വഫി ബഅദിഹ എന്ന ചിലതിൽ എന്താണ്? സഹീഹുൻ എന്ന് മാത്രം പറയും. ചിലതിൽ ഹസൻ എന്ന് മാത്രം പറയും, ചിലതിൽ സഹീഹ് എന്ന് മാത്രം പറയും. വ ബഅദിഹ ചിലതിലോ ഗരീബ് എന്ന് മാത്രം പറയും. വഫി ബഅദിഹ ചിലതിലോ ഹസനുൻ സഹീഹുൻ എന്ന് രണ്ടും കൂടെ കൂട്ടി പറയും. വഫി ബഅദിഹ ഹസനുൻ ഗരീബുൻ അങ്ങനെ ഹസൻ ഗരീബ് എന്ന് കൂട്ടി പറയും. വഫി ബഅദിഹ ചിലതിൽ സഹീഹുൻ ഗരീബുൻ എന്ന് അങ്ങനെ രണ്ടും കൂടെ പറയും. വഫി ബഅദിഹ എന്നാൽ ചിലതിലോ ഹസനുൻ സഹീഹുൻ ഗരീബുൻ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് പറയും. ഇങ്ങനെ ഇമാം തുർമുദി തങ്ങൾ പറയും. എന്നാൽ വ തഅരീഫുഹു ഇമാം തുർമുദി തങ്ങൾ തഅരീഫുഹു ആ ഹസനിന്റെ തഅരീഫ് ആകുന്നത് ഇന്നമാ വഖഅ അലൽ അവ്വലി ഫഖത്ത് ആദ്യം പറഞ്ഞ ഹസന് എന്ന് മാത്രം പറഞ്ഞ അതിന്റെ മേൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തഅരീഫ് ഉണ്ടായിട്ടുള്ളത്, തഅരീഫ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഹസനുൻ സഹീഹ് എന്ന് പറയുന്നിടത്തോ അല്ലെങ്കിൽ ഹസനുൻ ഗരീബ് എന്ന് പറയുന്നിടത്തോ അതിനെ സംബന്ധിച്ചുള്ള തഅരീഫ് ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇബാറത്തുഹു ഇമാം തുർമുദി തങ്ങളുടെ ഇബാറത്ത് തുർഷിദു ഇലാ ദാലിക ഈ പറഞ്ഞതിലേക്ക്, അതായത് ഈ ആദ്യം പറഞ്ഞ ഹസനിന് മാത്രമാണ് തഅരീഫ് പറഞ്ഞത് എന്നതിലേക്ക് ഇമാം തുർമുദിയുടെ ഇബാറത്ത് എന്താകുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. ഹൈതു ഖാല ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞു ഫി അവാഖിരി കിതാബിഹി അവിടുത്തെ ജാമിഅ തുർമുദിയുടെ അവസാനത്തിൽ കിതാബുൽ ഇലലിൽ ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? വമാ ഖുൽന നമ്മൾ പറഞ്ഞതായ ഒന്നാകുന്നത് ഫി കിതാബിന നമ്മുടെ കിതാബിൽ നമ്മൾ പറഞ്ഞ ഒന്നാകുന്നത് ഹദീസുൻ ഹസനുൻ എന്ന് പറഞ്ഞത് ഇന്നമാ അറദിന ബിഹി തീർച്ചയായും നാം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഉദ്ദേശിച്ചത്? ഹസനുൻ ഇസ്നാദുഹു ഇൻദന നമ്മളുടെ അടുക്കൽ ആ ഹദീസിന്റെ ഇസ്നാദ് ഹസനാണ് എന്നതാണ് നാം ഉദ്ദേശിച്ചത്. ഹസനുൻ ഇസ്നാദുഹു എന്ന് പറഞ്ഞ ആ ഇബാറത്ത് 3 നിലയ്ക്ക് വായിക്കാം. ഒന്ന് എന്താണ്? മസ്തറായിട്ട് ഹസുന
അല്ല, ഹുസ്ന ഇസ്നാദിഹി എന്ന് വായിക്കാം. പിന്നെ ഇലാപത്ത് ചെയ്തിട്ട്, പാലിലേക്ക് ഇലാപത്ത് ചെയ്തിട്ട്. മറ്റൊന്ന് സിഫത്ത് മുഷബ്ബഹായിട്ട് ഹസനുൻ ഇസ്നാദുഹു എന്ന് വായിക്കാം. മറ്റൊന്ന് പിന്നെ മാളിയായ ഫീലായിട്ട് ഹസുന ഇസ്നാദുഹു അങ്ങനെ വായിക്കാം. അപ്പോൾ ഏതായാലും അവിടെ ഈ ഹസനുൻ ഹദീസുൻ ഹസനുൻ എന്ന് പിന്നെ ഇമാം തുർമുദി തങ്ങൾ പറയുന്നത് എന്താണ്? ആ ഇമാം തുർമുദി തങ്ങളുടെ അടുക്കൽ അതിൻ്റെ ഇസ്നാദ് ഹസനായി എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇമാം തുർമുദി തങ്ങൾ പറയാണ്, കുല്ലു ഹദീസിന് യുറുവ, എല്ലാ ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഹദീസും. എങ്ങനത്തെ ഹദീസ്? വലാ യകൂനു, അവിടെ വാവില്ല, ലാ യകൂനു. എങ്ങനത്തെ ഹദീസ്? ലാ യകൂനു റാവി ഹി, ആ ഹദീസിന്റെ റാവിയാകൂല മുത്തഹിമം ബി കദിബിൻ, കദിബ് കൊണ്ട് മുത്തഹമായ ആളാകൂല. അങ്ങനത്തെ റാവി റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഹദീസും. അതുപോലെ യുർവ, ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യും മിൻ വൈരി വജിഹിൻ, ഈ സനദല്ലാതെ വേറൊരു സനദിലൂടെ, നഹ്വി ദാലിക, അതേപോലത്തതായ രീതിയിൽ. എങ്ങനെ? അതേപോലെ തന്നെ ആ രണ്ടാം സനദിന്റെയും റാവി മുത്തഹിമല്ലാത്തതായ നിലയിൽ നിന്ന്. നഹ്വി ദാലിക എന്ന് പറഞ്ഞാൽ ഐ ലാ യകൂനു റാവി ദാലിക്കൽ ഇസ്നാദിൽ ആഖരി ഐലൻ മുത്തഹമൻ ബിൽ കദിബി, ആ രണ്ടാം ഇസ്നാദിന്റെയും റാവി എന്താകൂല, കദിബ് കൊണ്ട് മുത്തഹമായ ആകാത്ത നിലയിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. വലാ യകൂനു ഷാദൻ, അതെന്താകൂല, ഷാദും ആകുകയില്ല. അങ്ങനത്തെ എല്ലാ ഹദീസും ഫഹുവ, ആ ഹദീസാണ് ഇൻദന, നമ്മളുടെ അടുക്കൽ ഹദീസുൻ ഹസനുൻ, അതാണ് നമ്മുടെ അടുക്കൽ ഹദീസുൻ ഹസനുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫഉരിഫ ബിഹാദ, ഈ കലാമു കൊണ്ട് അറിയപ്പെട്ടു, അന്നഹു, ഇമാം തുർമുദി തങ്ങൾ ഇന്നമാ അറഫല്ലദി യഖൂലു ഫീഹി ഹസനുൻ ഫഖത്ത്, വെറും ഹസന് എന്ന് മാത്രം പറയുന്നതായ ആ നൗഇന്റെ തഅരീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അമ്മാമാ യഖൂലു ഫീഹി ഹസനുൻ സഹീഹുൻ ഔ ഹസനുൻ ഗരീബുൻ ഔ ഹസനുൻ സഹീഹുൻ ഗരീബുൻ എന്നൊക്കെ ഇങ്ങനെ കൂട്ടി പറയുന്നതോ, അത് ഫലം യുഅർരിജ് അലാ തഅരീഫിഹി, അതിൻ്റെ തഅരീഫിലേക്ക് ഇമാം തുർമുദി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ചാഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് എന്തായിട്ടില്ല, പിന്നെ അതിൻ്റെ തഅരീഫ് പറയാൻ ഇമാം തുർമുദി തങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഏതുപോലെ കമാലം യഅറുജ് അലാ തഅരീഫി മാ യഖൂലു ഫീഹി സഹീഹുൻ ഫഖത്ത്, സഹീഹ് എന്ന് പറയുന്നതിന് തഅരീഫ് പറയുന്നതിൻ്റെ മേൽ പറഞ്ഞിട്ടില്ലാത്ത പോലെ, ഔ ഗരീബുൻ ഫഖത്ത്, അല്ലെങ്കിൽ ഗരീബ് എന്ന് മാത്രം പറഞ്ഞതിന് തഅരീഫ് പറയുന്നതിലേക്ക് ഇമാം തുർമുദി തങ്ങൾ ശ്രമിച്ചിട്ടില്ലാത്തതുപോലെ ഇതിനും തഅരീഫ് പറയാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഫക അന്നഹു, ഇമാം തുർമുദി തങ്ങൾ തറക്ക ദാലിക, അതിനെയൊക്കെ ഒഴിവാക്കിയത്, അതിനൊന്നും തഅരീഫ് പറയാതെ ഒഴിവാക്കിയത് ഇസ്തിഗ്നാഅൻ, ഐശ്വര്യമായതിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട്? ബിശുഹറത്തിഹി ഇൻദ അഹ്ലിൽ ഫന്നി, മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ ഈ പിന്നെ ഇത് പ്രസിദ്ധമായതുകൊണ്ട്, അതുകൊണ്ട് ആ ശുഹറത്ത് കൊണ്ട് ഇസ്തിഗ്നാ ആയതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് തഅരീഫ് പറയാതെ ഇമാം തുർമുദി തങ്ങൾ ഒഴിഞ്ഞു മാറി. എന്നിട്ട് വഖ്തസറ, പിന്നെ ഇമാം തുർമുദി തങ്ങൾ ചുരുക്കി അല തഅരീഫി മാ യഖൂലു ഫീഹി, പിന്നെ ഫീ കിതാബിഹി, ഇമാം തുർമുദി തങ്ങളുടെ കിതാബിൽ പറഞ്ഞതായ ഒരു തഅരീഫിന്റെ മേൽ ചുരുക്കിയത്. എന്താ പറഞ്ഞത്? ഹസനുൻ ഫഖത്ത്, ഹസന് എന്ന് പറഞ്ഞതിന്റെ തഅരീഫ് മാത്രം ഇമാം തുർമുദി തങ്ങൾ പിന്നെ എന്തിനാ പറഞ്ഞത്? അത് ഹസനൻ എന്ന് പറഞ്ഞതിന്റെ മാത്രം തഅരീഫ് പറഞ്ഞത് ഇമ്മാലി ഗുമൂദിഹി, ഒന്നെങ്കിൽ അതെന്താണ്, പിന്നെ ഈ ഹസന് എന്നത് ഉമൂലാണ്, ഖഫിയായ ഒന്നാണ്. കാരണം മുഖത്തഖദ്ദിമീങ്ങളായ ആളുകളുടെ അടുക്കൽ ഹദീസിന്റെ ഇനത്തിൽ എന്താണ്, മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, എന്ത് ചെയ്തിട്ടില്ല, ഈ ഹസന് എന്നതിന് ഒരു എണ്ണിയിട്ടില്ല. എന്ത്? സഹീഹുൻ, അതുപോലെ തന്നെ പിന്നെ സഹീഹ്, ലഈഫ്, അങ്ങനെ രണ്ട് ഖിസ്മായിട്ടായിരുന്നല്ലോ എണ്ണിയിരുന്നത്.
അപ്പോൾ ഈ ഹദീസിന്റെ ഈ നൗ പിന്നെ ഖഫി ആയതിന് വേണ്ടിയിട്ടാണ് ഇമാം തുർമുദി തങ്ങൾ എന്ത് ചെയ്തത്, അങ്ങനെ താരീഫ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ അതിനു വേണ്ടി ഒന്നെങ്കിൽ അന്നഹു ഇസ്തിലാഹുൻ ജദീദുൻ, അല്ലെങ്കിൽ എന്താണ്, അതൊരു പുതിയ ഇസ്തിലാഹാണ്, പുതിയ ഇസ്തിലാഹായതുകൊണ്ട് വലിദാലിക, ഈ പുതിയ ഇസ്തിലാഹായതിന് വേണ്ടിയിട്ടാണ് ഖയ്യദഹു, ഇമാം തുർമുദി തങ്ങൾ ഖൈദ് കൊടുത്തു എന്ത്, പിന്നെ ബി ഖൗലിഹി, അതിന് പിന്നെ ഇമാം തുർമുദിയുടെ വാക്കുകൊണ്ട് ഇൻദന, നമ്മുടെ അടുക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞത്. ആ ഇന്ധന എന്ന് ഖൈദ് കൊടുത്ത, അപ്പോൾ അതെന്താണ്, ആ ഖൈദ് അത് ജദീദായ ഇസ്തിലാഹാണ് എന്നതിന് തഈദ് ചെയ്യുന്ന ഖൈദാണ്, ഖാസായ ജദീദായ ഒരു ഇസ്തിലാഹാണ്. അതിന് തഈദായിട്ട് വരുന്ന പിന്നെ വാക്കുകളാണ് എന്ത് ഇമാം തുർമുദി തങ്ങൾ പറഞ്ഞത്. വമാ ഖുൽനാ ഫീ കിതാബിന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നമാ അറദിനാ ബിഹി, ഇതൊക്കെ എന്താണ്, അത് പുതിയൊരു ഇസ്തിലാഹാണ് എന്നതിന് തഈദ് ചെയ്യുന്നതാണ്. അപ്പൊ ഇന്ധന എന്ന് പറഞ്ഞാൽ ഇന്തി എന്ന അർത്ഥത്തിനാണ്. ആ നൂന് അളമത്തിന്റെ നൂനാണ്. അല്ലെങ്കിൽ എന്താണ് ഇന്ധന എന്നാക്കിയത്, ഇമാം തുർമുദി എടുക്കലും അതുപോലെ തന്നെ ഇന്ദ മൻ മഈ ഫീ ഹാദിൽ ഇസ്തിലാഹി, ഈ ഇസ്തിലാഹിൽ എന്നോടൊപ്പം ഉള്ള ആളുകളുടെ എടുക്കലും എന്ന അർത്ഥത്തിന്. അപ്പോ ഈ നൂനിനോട് ഇഷ്കാലിന്റെ ആവശ്യമില്ല. അപ്പൊ ഇന്ധന എന്ന് ഖൈദ് കൊടുത്തു, പക്ഷെ വലം യുൻസിബുഹു, എന്നിട്ട് ആ തരീബ് പറഞ്ഞതിന്, ഹസനിന് തരീബ് പറഞ്ഞതിന് ഇമാം തുർമുദി തങ്ങൾ എന്ത് ചെയ്തില്ല, ചേർത്തിട്ടില്ല. ഇല അഹ്ലുൽ ഹദീസി, അഹ്ലുൽ ഹദീസിന്റെ ആളുകളിലേക്ക്, ഹദീസിന്റെ ആളുകളിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, അതിനെ ചേർത്തിട്ടില്ല. ഏതുപോലെ കമാ ഫഅലൽ ഖത്താബിയു, ഇമാം ഖത്താബി തങ്ങൾ പ്രവർത്തിച്ചതുപോലെ പിന്നെ ചേർത്തിട്ടില്ല. ഖത്താബി ഇമാം എന്ത് ചെയ്തു, ഹദീസിന് ഹസനിന് ഇസ്തിലാഹിനെ എന്ത് ചെയ്തു, അഹ്ലുൽ ഹദീസിലേക്ക് ചേർത്തിട്ടുണ്ട്. ഖത്താബി ഇമാമിന്റെ ഇബാറത്തിൽ കാണാം, പിന്നെ യഅലമു അന്നൽ ഹദീസ ഇൻദ അഹ്ലിഹി അലാ സലാസത്തി അഖ്സാമിൻ, ഹദീസിന്റെ ആളുകളുടെ അടുക്കൽ ഹദീസ് 3 അഖ്സാമാണ്. ഹദീസുൻ സഹീഹുൻ, ഹദീസുൻ ഹസനുൻ, ഹദീസുൻ സഖീമുൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ഖത്താബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഹസനിനെ ഇമാം ഖത്താബി തങ്ങൾ അഹ്ലുൽ ഹദീസിലേക്ക് അവർ ചേർത്ത് പറഞ്ഞു. പക്ഷേ ഇമാം തുർമുദി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ആ അഹ്ലുൽ ഹദീസിലേക്ക് അത് ചേർക്കാതെ എൻ്റെ അടുക്കൽ ഇന്ധന എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇമാം തുർമുദി അടുക്കൽ ഖാസായ ഇസ്തിലാഹാണ്. വബിഹാദ തഖ്രീരി, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരീകരിച്ച ഇതുകൊണ്ട് യന്തബിയു കസീറുൻ മിനൽ ഇറാദാത്തില്ലത്തി സാലൽ ബഅസ് ഫീഹ, ധാരാളം ഇഷ്കാലുകൾ ഇതുകൊണ്ട് എന്ത് ചെയ്യും, ഇറാദാത്തുകൾ ഇതുകൊണ്ട് പോകും, ഇല്ലാതെയാകും. അല്ലത്തി എങ്ങനത്തെ ഇറാദാത്തുകളാണ്, താലൽ ബഅസു ഫീഹ, അതിന് മറുപടി പറയുന്നതിലുള്ള ചർച്ചകൾ നീണ്ടിട്ടുണ്ട്. എന്നാൽ വലം യുസ്ഫിർ വജ്ഹു വജ്ഹുൻ, ഒരു മുഖവും തന്നെ എന്തായിട്ടില്ല, തെളിഞ്ഞിട്ടില്ല. തൗജീഹ, ആ പിന്നെ ബഅസിന്റെ അതിന്റെ തൗജീഹിനെ എന്ത് ചെയ്തിട്ടില്ല, തെളിയിച്ചിട്ടില്ല. വലം യുസ്ഫിർ വജ്ഹുൻ തൗജീഹ. അപ്പൊ അങ്ങനത്തെ ചർച്ചകൾ ഒരുപാട് നീണ്ടിട്ടുണ്ട്. ഒരാൾക്കും എന്ത് ചെയ്തിട്ടില്ല, അതിന് തൗജീഹ് പറഞ്ഞിട്ട് എന്തായിട്ടില്ല, മുഖം തെളിഞ്ഞിട്ടില്ല എന്നർത്ഥം. വലം യുസ്ഫിർ എന്ന് പറഞ്ഞാൽ എന്താ, മിൻ അസ്ഫറ ഇദാ അളാഅ വ അശ്റഖ, ഐ ലം യൻകശിഫു വജ്ഹുൻ തൗജീഹഹ, ഒരു മുഖവും അതിന്റെ തൗജീഹിനെ എന്ത് ചെയ്തിട്ടില്ല, കശ്ഫ് ചെയ്തിട്ടില്ല എന്നർത്ഥം. ഫലില്ലാഹിൽ ഹംദു അലമ അൽഹമ വ അല്ലമ, എല്ലാം തോന്നിപ്പിച്ചു തരുന്ന, എല്ലാം പഠിപ്പിച്ചു തരുന്ന, തന്നതിൻ്റെ മേൽ
അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി റാവിയുടെ സിയാദത്ത് മഖ്ബൂലാണോ അല്ലേ എന്നുള്ള ചർച്ചയാണ്. അവിടെ നിൽക്കട്ടെ.